അതെ, ഈ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും എവിടെ നോക്കിയാലും ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്കിത് ട്രൈ ചെയ്യാൻ ടൈം ആയത്. അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ജാമുൻ. വകയിൽ നമ്മുടെ ഗുലാബ് ജാമുന്റെ ഏതെങ്കിലും ഒരു ബന്ധുവായിട്ട് വരും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് പരിപാടി ആദ്യം ക്യാരറ്റും പാലും ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക. ആ കുറുകി വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. കാരണം ആ പാല് കുറുകി വരുമ്പോഴുള്ള ടേസ്റ്റ് ഇല്ലേ, അത് ഭയങ്കര ടേസ്റ്റാണ്. ഇനി അതിനകത്തേക്ക് കുറച്ച് റവ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഇനി അത്യാവശ്യം ചൂടോടെ തന്നെ നമ്മൾ ഇത് കയ്യിൽ വെച്ച് ഉരുട്ടി ബോൾസ് പോലെ ആക്കിയിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നല്ല കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിന് മധുരത്തിന് വേണ്ടി വേറെ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ആകെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. പാല് നന്നായി കുറുകിയതിന് ശേഷം നമ്മൾ പാല് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ബോൾസ് ആക്കി വെച്ചതും കൂടെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്തയോ എന്താണോ കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാമാണ് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗുലാബ് ജാമിൽ ഓവർ സ്വീറ്റ്നെസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പിന്നെ ഇത് ഇങ്ങനെ കഴിക്കുന്നതിൽ ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ്.